നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൽ രണ്ട് ഇതുണ്ട്. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലൂപ്പിംഗ് ഉണ്ട്. നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പഠിക്കുന്ന പോലെ തന്നെ നമ്മുടെ സീക്വൻഷ്യൽ ഫ്ലോനെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ത് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കുന്നത് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്കിതിൽ 5 എണ്ണമാണ് വരിക. അതായത് ഈഫ്, എൽസ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഈഫ്, അതുപോലെ തന്നെ സ്വിച്ച്. അങ്ങനെ 5 സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so decision making is about deciding the order of execution of statements based on certain conditions. നമുക്കറിയാം അല്ലേ, സർട്ടൻ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടത്തേണ്ടത് എന്നുള്ളത് അത് ഇതാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അത് ഡിസൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോഗ്രാമർ നീഡ്സ് ടു പ്രൊവൈഡ് സം കണ്ടീഷൻ വിച്ച് ഇസ് ഇവാലുവേറ്റഡ് ബൈ ദ പ്രോഗ്രാം. Along with it, there are also provided some statements which are executed if the condition is true and optionally other statements if the condition is evaluated to be false. നമുക്കറിയാം അല്ലേ, ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുത്തിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ എന്താ ചെക്ക് ചെയ്യുക, വെദർ ദറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ ഓർ ഫോൾസ് അല്ലേ. ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടാവും, ഫോൾസ് ആണെങ്കിൽ നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടാവുക വേറൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവും അല്ലേ. അപ്പോൾ ആ ഫോൾസ് ആണെങ്കിലുള്ള ഓപ്ഷൻ, ഫോൾസ് ആണെങ്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഓക്കെ, അതെല്ലാത്തിലും നമ്മൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഈഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എൽസ് പാർട്ട് ഇല്ല അല്ലേ, അവിടെ നമുക്ക് ഫോൾസ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അവിടെ പറയുന്നില്ല. സോ ദാറ്റ് ഇസ് ഓപ്ഷണൽ. ഓക്കെ, അപ്പം കണ്ടീഷൻ കൊടുക്കും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ആൻഡ് ബേസ്ഡ് ഓൺ ദി റിസൾട്ട് ഓഫ് ദി കണ്ടീഷൻ എന്താ ചെയ്യുന്നത്, 2 സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ട്രൂ ആണെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ആർ ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞല്ലോ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ് ഈഫ്, എൽസ്, എൽസ് ഇഫ് ലാഡർ, നെസ്റ്റഡ് ഈഫ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാലോ എന്താ ചെയ്യുന്നത്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് കേട്ടോ. ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ ഉണ്ടാവുന്നത്, നമുക്ക് അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അവിടെ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ഫോൾസ് ആണെങ്കിൽ വാട്ട് ടു ഡു എന്നുള്ളത് നമ്മളവിടെ പറയുന്നില്ല അല്ലേ. ഓൺലി ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ എന്ത് ചെയ്യണം, അതിനുള്ള കറസ്പോണ്ടിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്തിലുണ്ടാവുക, ഈഫ് control structure la undava. Okay, so keyword if tells compiler that this is a decision control instruction and the condition following the keyword if it is always enclosed within a pair of parentheses. Okay, then if the condition is true the statement gets executed and if condition is false then statement does not get executed. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താണ്, ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ പാരാന്തസിനുള്ളിൽ കൊടുക്കുന്ന, പാരാന്തസിസ് അല്ല ബ്രേസസിനുള്ളിൽ കൊടുക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഫോൾസ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട അല്ലേ, ബാക്കിയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് പോവാം. അങ്ങനെയുള്ള ഒരു കൺട്രോൾ സ്ട്രക്ചറാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകണുള്ള നമ്മൾ എല്ലാ ലാംഗ്വേജിലും കാണുന്ന അതേ കൺട്രോൾ സ്ട്രക്ചർ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. ഇതാ ഈഫ് കണ്ടീഷൻ ഇസ് ട്രൂ ആണെങ്കിൽ എന്താണ്, നമ്മൾ സെറ്റ് ഓഫ് പാരാന്തസിസ് കൊടുക്കും, ഒരു എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ കേട്ടോ ബ്രേസസിൻ്റെ ഒപ്പം. പിന്നെ അതുപോലെ അതിൻ്റെ ഫ്ലോ ചാർട്ട്, നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഫ്ലോ ചാർട്ട് തന്നെയാണ് കണ്ടീഷൻ. ഇഫ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷൻ കൂടി എക്സിക്യൂട്ട് ചെയ്യണം, എന്നിട്ടാണ് താഴേക്ക് പോവുക. ഫോൾസ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ഇതാ. ഈ അസൈൻമെൻ്റ് ഒക്കെ നമുക്കറിയാലോ, ഇത് ലെഫ്റ്റ് അസൈൻമെൻ്റ് ആണല്ലേ. എയിലേക്ക് 76, ബിയിലേക്ക് 67. കണ്ടീഷൻ എന്താണ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ, ആണെങ്കിൽ എന്താ പ്രിൻ്റ് ചെയ്യുന്നത്, സി ഈക്വൽസ് എ മൈനസ് ബി. പ്രിൻറ്റ് കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി ഈസ് ട്രൂ ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് സി എന്ന് പ്രിൻ്റ് ചെയ്ത് വരും അല്ലേ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. ഫോൾസ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യൽ നേരെ എ ലെസ് ദാൻ ബി ആണോ ചെക്ക് ചെയ്യും, എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? ഓക്കെ, അപ്പം അതാണ് ഇഫ്.
നെക്സ്റ്റ് ഇസ് ഈ ഒരു പ്രോഗ്രാം എഴുതിയിരിക്കണേ. നെക്സ്റ്റ് ഇസ് if else statement. If else provides us with an optional else block which gets executed if the condition for if block is false. നമുക്ക് if elseന്റെ കൂടെ ഒരു എക്സ്ട്രാ ബ്ലോക്കും കൂടി വരുന്നുണ്ട് അല്ലേ. ഈഫിൽ നമുക്ക് ആകെ ഒരു സിംഗിൾ ബ്ലോക്കാണ് വരുന്നത്, നമ്മളെ ട്രൂ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. if elseൽ നമുക്കൊരു എക്സ്ട്രാ ഒരു അഡീഷണൽ ബ്ലോക്കും കൂടി വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ദി എൽസ് ബ്ലോക്ക്. എൽസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ഫാൾസ് എന്താ ചെയ്യേണ്ടത്, ആ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ ആ ബ്ലോക്കിൽ കൊടുക്കും. സോ ഇഫ് ദ കണ്ടീഷൻ പ്രൊവൈഡഡ് to if block is true, then the statement within the if block gets executed, else the statement within the else block gets executed. True ആണെങ്കിൽ ifന്റെ കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ifന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. എൽസ് ആണ് ഫാൾസ് ആണെങ്കിൽ അതിൻ്റെ എൽസ് പാർട്ടിൽ വരുന്ന ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇതൊന്നുമില്ല, ദാ ജസ്റ്റ് അതിൻ്റെ ഇത് കൊടുക്കുന്നു എന്നുള്ള ഇവിടെ ദ സിൻടാക്സ്. ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ, ട്രൂ ബ്ലോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ജാവയിലൊക്കെ നമ്മളിത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, എൽസ് അതിൻ്റെ ഫാൾസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഫ്ലോ ചാർട്ട്. ഈ ഒരു വ്യൂ ആണ് നല്ലത് തോന്നുന്നു അല്ലേ, കുറച്ചും കൂടി. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. സ്റ്റാർട്ട് ചെയ്തു, പ്രോഗ്രാം നോർമൽ സ്റ്റാർട്ട് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു, ഫാൾസ് ആണെങ്കിൽ അതിൻ്റെ ഫാൾസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു, ആൻഡ് ഫൈനലി ഇറ്റ് ഗോസ് ടു ദി എൻഡ് അല്ലേ. ഇതാ അതിൻ്റെ ഒരു പ്രോഗ്രാം ഇതാ നമ്മൾ സാധാരണ ചെയ്യുന്ന. എയിൽ 67, ബിയിൽ 76. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അല്ലേ. സി എന്ന് പറയുന്നത് A-B ചെയ്യുക, അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് വീണ്ടും A-B എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതിലൂടെ കണ്ടോ, രണ്ട് പാർട്ട് കണ്ടോ. ട്രൂ ആണെങ്കിൽ എ ബിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ഇഫ് എ ഈസ് ലെസ് ദാൻ ബി എന്ത് എക്സിക്യൂട്ട് ചെയ്യുക, സെക്കൻഡ് പാർട്ട് എൽസ് പാർട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ പ്രോഗ്രാമും വേണം കേട്ടോ. നെക്സ്റ്റ് സി ഇഫ് എൽസിഫ് ലാഡർ. ഇഫ് എൽസിഫ് അല്ലെങ്കിൽ എൽസിഫ് ലാഡർ. It is similar to if else statement. Here the only difference is that an if statement is attached to else. And if the condition provided to if block is true, then the statement within the if block gets executed. Else if another condition provided is checked and if true, then the statement within the block gets executed. നമുക്കറിയാം അല്ലേ, എൽസിഫ് ലാഡറിൽ എന്താ ചെയ്യുന്നത്, നമ്മളവിടെ നോർമലി ഈഫ് ആണെങ്കിലും ഈഫ് എൽസ് ആണെങ്കിലും നമ്മളവിടെ ഒരൊറ്റ പ്രാവശ്യമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അല്ലേ. ആ ഈഫിൽ മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു കണ്ടീഷൻ മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ, വെദർ ദാറ്റ് ഇസ് ട്രൂ ഓർ ഫാൾസ് എന്ന് മാത്രമേ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നമ്മളെപ്പോഴും പറയുന്നത് കുട്ടികളുടെ മാർക്സിൻ്റെ എക്സാമ്പിളൊക്കെ അല്ലേ. ഇഫ് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 80% ആണോ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എൽസിഫ് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 70 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എൽസിഫ് അല്ലേ, അങ്ങനെ കൊടുക്കാറില്ലേ. അവിടെ എന്താണ്, വി ഹാവ് ടു ചെക്ക് മോർ ദാൻ വൺ കണ്ടീഷൻ അല്ലേ, ഒന്നിലധികം കണ്ടീഷൻസ് അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട കേസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ എൽസിഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ എൽസിഫ് ലാഡറിൽ ഓരോ എൽസിന് കൂടി എന്തുണ്ടാവും, അഗെയിൻ ദർ വിൽ ബി എ if condition. else if അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും അല്ലേ. ആൻഡ് ഫൈനലി ഒരൊറ്റ എൽസ് ഇഫ് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ദ ഫൈനൽ ഏറ്റവും ലാസ്റ്റുള്ള എൽസ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് if condition 1 is true, execute the statement. else if condition 2 is true, execute. അങ്ങനെ പോയിട്ട് എത്ര കണ്ടീഷൻസ് വേണമെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇതൊന്നും എക്സിക്യൂട്ട് ആയിട്ടില്ലെങ്കിൽ എന്തെന്ന് ചെയ്യുക, ലാസ്റ്റ് എൽസ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സിൻടാക്സ് ക്ലിയർ അല്ലേ അല്ലേ. ഈ ഒരു രീതിയിലാണ് നമ്മൾ if else ലാഡറിൻ്റെ സിൻടാക്സ് കൊടുക്കുക. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇതാ ഇവിടെ കാണിക്കുന്നു. ഇത് വലുതാവുന്നില്ല കേട്ടോ, അതാ പ്രശ്നം, നോക്കുക. ഓക്കെ, സ്റ്റാർട്ട് കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും, അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിലാണ് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അങ്ങനെയല്ലേ, എൽസിഫ് ലാഡർ ആണല്ലോ അല്ലേ. സോ ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫാൾസ് വി ചെക്ക് ഫോർ നെക്സ്റ്റ് കണ്ടീഷൻ, അപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ 1 by 1 ആയിട്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് പോവുക ചെയ്യുക, ഫാൾസ് ആണെങ്കിലാണ് അടുത്ത കണ്ടീഷനിലേക്ക് ചെക്ക് ചെയ്യുക കേട്ടോ. ഇതാ അതിൻ്റെ ഒരു പ്രോഗ്രാം ഇതാ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ കമ്പാരിസൺ ഓഫ് 3 numbers അല്ലേ, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഓഫ് 3 numbers കണ്ടുപിടിക്കുന്നത്. ഇഫ്
എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കും. ആണെങ്കിൽ എന്താ പ്രിൻ്റ് ചെയ്യുക? ആണെങ്കിൽ കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ള ഫോമിൽ പ്രിൻ്റ് ചെയ്യും. അതായത് എ ആണല്ലോ ഏറ്റവും ഗ്രേറ്റസ്റ്റ്. എൽസ് ഇഫ് എ ലെസ് ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കും. ആണെങ്കിൽ അടുത്തത് അങ്ങനെ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ 3 കണ്ടീഷനായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഫാൾസ് ആണെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലാണ് നമ്മൾ തേർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യില്ല. ഏതെങ്കിലും ഒരു കണ്ടീഷനാണ് ട്രൂ ആവേണ്ടതുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഇസ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. When we have an if-else block as a statement within an if block or optionally within an else block, then it is called as nested if-else statement. Nested if-else എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഈഫിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഈഫ് വരുന്നതിനാണ് നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറയുക. ആ ഉള്ളിൽ വരുന്ന ഈഫ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കം അണ്ടർ ഐദർ ഈഫ് ആവാം അല്ലെങ്കിൽ എൽസ് ആവാം. 2 സ്ഥലത്തും വരാം. ഓക്കെ, ഒന്നെങ്കിൽ ഈഫിൻ്റെയോ അല്ലെങ്കിൽ എൽസിൻ്റെയോ. സോ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈഫ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈഫിൻ്റെ ഫസ്റ്റത്തെ ഈഫിനുള്ളിലോ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഈഫിൻ്റെ എൽസിനുള്ളിലൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി പറയുമ്പം ഇഫ് ആൻഡ് ഈഫ് കംസ് അണ്ടർ അനദർ ഈഫ്, ഒരു ഈഫിൻ്റെ ഉള്ളിൽ വേറെ ഈഫ് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് നെസ്റ്റഡ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ okay, when we have an if else block as a statement within an if block or optionally within an else block, then it is called as nested if else statement. When an if condition is true, then following child if condition is validated, and if the condition is wrong, else statement is executed. This happens within parent if condition. If condition is false, then else block is executed with also may contain child if else statement. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കമ്പനിയിലുള്ള മെയിൽ എംപ്ലോയീസിനൊക്കെ ഒരു ഇത്ര പെർസെൻറ്റേജ് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു, വല്ല DA എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, വി വിൽ ചെക്ക് വെദർ ദാറ്റ് എംപ്ലോയീസ് മെയിൽ ഓർ ഫീമെയിൽ അല്ലേ. ആ എംപ്ലോയിയുടെ സെക്സ് എന്താണെന്ന് ചെക്ക് ചെയ്യും അല്ലേ. അപ്പം അതും നോക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ, നമുക്കിപ്പം മിനിമം സാലറി എന്തെങ്കിലും 20,000 അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ കൂടി ഇടുന്നത് നോക്കി. അപ്പോൾ 2 കണ്ടീഷൻ വരുന്നത്, അതായത് എംപ്ലോയി എന്ന് പറയുന്നത് മെയിലും ആയിരിക്കണം, അയാളുടെ സാലറി എന്ന് പറയുന്നത് 20,000 അല്ലേ, ഗ്രേറ്റർ ദാൻ 20,000 എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വെദർ ദാറ്റ് എംപ്ലോയേഴ്സ് മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ മെയിലാണോ, യെസ് മെയിലാണ് അല്ലേ. സോ എന്താ ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്താ സെക്കൻഡ് കണ്ടീഷൻ എന്താ വരുന്നത്, വെദർ ഹിസ് സാലറി ഈസ് ഗ്രേറ്റർ ദാൻ 20,000 അങ്ങനെയല്ലേ. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നതിനാണ്, നമ്മൾ ചെക്ക് ചെയ്യുന്ന കേസുകൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സിൻടാക്സ് ഇതാ. ഇഫ് പാരൻറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ ആണെങ്കിൽ വീണ്ടും എന്താ, അഗെയിൻ നമ്മളൊരു ഇഫ് കൊടുക്കുക, അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ചൈൽഡ് കണ്ടീഷൻ 1 ഇസ് ട്രൂ ആണോ നോക്കും, എക്സിക്യൂട്ട് ചെയ്യും. എൽസ് ആണെങ്കിൽ അതിൻ്റെ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഇതിനുള്ളത്തെ ഈഫിൻ്റെ എൽസാണ് ഇവിടെ കാണുന്നത്, ആൻഡ് ദിസ് ഇസ് മറ്റേ പുറത്തുള്ളതിൻ്റെ എൽസാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് വരിക. ഇതാണ് ജനറൽ സിൻടാക്സ് ആയിട്ട് വരിക. അപ്പോൾ ഈഫിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഈഫ്. ഓക്കെ, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇതാ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് ഈഫ് ചെക്ക് ചെയ്യും, ആൻഡ് ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ അതിൻ്റെ കറസ്പോണ്ടിങ് ഈഫ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും അതിൻ്റെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും, എന്നിട്ട് വീണ്ടും കണ്ടോ ഈ ഒരു രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈഫ് എന്ന് പറയുന്ന ഉള്ളിൽ വരുന്ന ഈഫില്ലേ, അത് ഫസ്റ്റത്തേൻ്റെ ഈഫിൻ്റെ ഉള്ളിൽ തന്നെ വരണമെന്നില്ല, അത് ഐദർ ഈഫിനുള്ളിലും വരാം അല്ലെങ്കിൽ എൽസിനുള്ളിലും വരാം. എവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എവിടെ കൊടുത്താലും അത് നെസ്റ്റഡ് ഈഫിൻ്റെ കാറ്റഗറി തന്നെയാണ് വരിക കേട്ടോ. അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതും കൂടി എഴുതണം കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ എൽസിഫ് ലാഡറില്ലേ, ആ ഒരു രീതിയിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു വേറൊരു ഫോമാറ്റ് അല്ലേ. In the switch function, expression is matched to its list of cases. If a match is found, then it prints that case value. No default case is available here. If no cases match, it outputs null as shown in example. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ സ്വിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മളെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. സ്വിച്ചിലൊക്കെ എന്താണ്, നമ്മൾ കുറേ കേസസ് ആണ് ചെക്ക് ചെയ്യുക അല്ലേ. നമ്മൾ ഒരു കണ്ടീഷന് അല്ലെങ്കിൽ നമുക്കൊരു ഒരു പെർട്ടിക്കുലർ വാല്യൂ ദാറ്റ് ഈസ് ചെക്ക്ഡ് വിത്ത് എ നമ്പർ ഓഫ്
കുറേ കേസസ് വെച്ച് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ നോർമലി എന്താ ചെയ്യുക, ഒരു കേസ് മാച്ച് ആയിട്ടില്ലെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും? നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് കേസും കൂടി നമുക്കുണ്ടാവും അല്ലേ. ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു ഡീഫോൾട്ട് കേസും ഉണ്ടാവും. അപ്പോൾ ഇത് മുകളിലുള്ള ഒരു കേസ് മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വി എക്സിക്യൂട്ട് ദി ഡീഫോൾട്ട് കേസ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ബട്ട് ഇൻ ആർ ലാംഗ്വേജ് അങ്ങനെ ഒരു ഡീഫോൾട്ട് കേസ് ഇല്ല. പകരം എന്താണ്, മുകളിലുള്ള ഒരു കേസും മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് നൾ വാല്യൂ. ഇതിൻ്റെ ഔട്ട്പുട്ട് നള്ളായിരിക്കും. ഇതാ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് സ്വിച്ച് എക്സ്പ്രഷൻ. എന്നിട്ട് ഈ കേസ് 1 കേസ് 2 എക്സെട്ര ആയിട്ട് ചെക്ക് ചെയ്യും. ഇതിലൊരു കേസും മാച്ച് അല്ലെങ്കിൽ ഇത് നള്ളാണ് റിസൾട്ടായിട്ട് വരിക കേട്ടോ. അതിൻ്റെ ഒരു എക്സാമ്പിളും ഇതാ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ആർ ലാംഗ്വേജിലും മറ്റേ ലാംഗ്വേജിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പോലെ തന്നെയാണ്, ചെറിയ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സ്വിച്ച് കേസ് കണ്ടു അല്ലേ. ആർ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സ്വിച്ച് കേസ് കഴിഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. Switch case statements are a substitute for long if statements that compare a variable to several integral values. അല്ലേ, നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടതുമാണ് അല്ലേ. നമ്മൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ കുറേ ഇൻറ്റഗ്രൽ വാല്യൂസ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട കേസ് വരുമ്പോൾ അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ നോർമലി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക അല്ലേ. ആൻഡ് സ്വിച്ച് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ മൾട്ടിവേ സ്റ്റേറ്റ്മെൻറ്റ്. മൾട്ടിവേ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസ് ആയിട്ടാണ് ഒരേ സമയം കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ മൾട്ടിവേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെൻറ്റ്. And it allows a variable to be tested for equality against a list of values. അല്ലേ, ഒരു വേരിയബിളിനെ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ടാണ് നമ്മൾ മാച്ച് നോക്കുന്നത്. അതിലേതെങ്കിലും വാല്യൂ ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാം. Switch statement follows the approach of mapping and searching over a list of values. If there is more than one match for a specific value, then the switch statement will return the first match found of the value matched with the expression. So switch statement എന്താണുള്ളവ, നമുക്ക് കുറേ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് സെർച്ച് ചെയ്യാനാണ് നോക്കുക. ഇനി നമുക്ക് ഒന്നിലധികം വാല്യൂസ് അവിടെ മാച്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി ഗോ വിത്ത് ദി ഫസ്റ്റ് വാല്യൂ. ഏറ്റവും ഫസ്റ്റ് മാച്ച് എന്തായിട്ടാണോ വരുന്നത് അത് വെച്ചിട്ടാണ് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു സിൻടാക്സ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, സ്വിച്ച് എക്സ്പ്രഷൻ അതിൻ്റെ വേരിയസ് കേസസ് അല്ലേ. അതിൽ ഓരോ കേസ് 1 കേസ് 2 അല്ലെങ്കിൽ അങ്ങനെ കേസസ് എന്ന് പറയുന്നത് ദേ ആർ ദി വാല്യൂസ്. Okay, here the expression is matched with the list of values and the corresponding value is returned. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ സ്വിച്ചിനുള്ള നമ്മളൊരു എക്സ്പ്രഷൻ കൊടുക്കുമല്ലോ അല്ലേ, ആ എക്സ്പ്രഷൻ നമ്മൾ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ സ്വിച്ചിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചത്. നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ ജാവയിലൊക്കെ ചെയ്തിട്ടുള്ള സെയിം ആണ്. മൾട്ടിവേ ബ്രാഞ്ചിങ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. സോ നോക്കൂ, സ്വിച്ച് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, അതിന് മാച്ചിങ് ആയിട്ടുള്ള കുറേ കേസുകളുണ്ടോ നോക്കും. അതിൽ ഫാൾസ് ആണെങ്കിൽ ഫസ്റ്റ് കേസ് ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ദാറ്റ് ഇസ് ഫാൾസ് അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, വി ഗോ ഫോർ ദി നെക്സ്റ്റ് കേസ്. അപ്പം ട്രൂ ആണെങ്കിൽ ബാക്കിയുള്ള കേസുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു ആ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ആവും കേട്ടോ. ആ സ്വിച്ച് എന്ന് പറയുന്ന ആ ഒരു ഉള്ളിൽ നിന്ന് എക്സിറ്റ് ആവും. ഫാൾസ് ആണെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് കേസിലേക്ക് പോകുള്ളൂ. എപ്പോഴാണോ ട്രൂ ആവുന്നത് ആ ഒരു ടൈമിൽ നിന്ന് എക്സിറ്റ് ആവും, ആ സ്വിച്ച് ബ്ലോക്കിനുള്ളിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോർമലി എല്ലാ ലാംഗ്വേജിലും നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഒരു ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡീഫോൾട്ട് കേസ് കൊടുക്കാറുണ്ട് അല്ലേ. കാരണം മുകളിലുള്ള ഒന്നും മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഗോ വിത്ത് ദ ഡീഫോൾട്ട് കേസ്. ബട്ട് ഇൻ ആർ ലാംഗ്വേജ് അങ്ങനെ ഡീഫോൾട്ട് കേസ് ഇല്ല. ഇൻസ്റ്റെഡ് ഇതൊന്നും മാച്ച് ആവുന്നില്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യുക, ഇറ്റ് റിട്ടേൺസ് നൾ വാല്യൂ. ഓക്കെ, അതിൻ്റെ ഒരു എന്താ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബ്രാഞ്ചിങ് നമ്മൾ 5 എണ്ണം കണ്ടു. നെക്സ്റ്റ് ഇസ് ദ ലൂപ്പിംഗ്. ലൂപ്പിങ്ങിൽ വരുന്ന ഒന്നാണ് നമ്മുടെ ഫോർ ലൂപ്പ്. നമുക്ക് മുന്നേ പഠിച്ച പോലെ തന്നെ ഫോർ ലൂപ്പ് ഉണ്ട്, പിന്നെ വൈലുണ്ട്, അങ്ങനെയുള്ള കുറച്ചുണ്ട്. അതുകൂടാണ്ട് റിപ്പീറ്റ്, അങ്ങനെ കുറച്ച് എക്സ്ട്രായും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഡെസിഷനെ ബേസ് ചെയ്തിട്ട് ലൂപ്പ് ചെയ്യുക. അതായത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഐട്രേറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് കൺട്രോൾ സ്ട്രക്ചറാണ് നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ഇസ് ദി ഫോർ ലൂപ്പ്. For loop in R is useful to iterate over the elements of a list, data frame,
വെക്റ്റർ, മെട്രിക്സ് ഓർ എനി അതർ ഒബ്ജക്ട്സ്. നമ്മൾ 6 ഒബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? വെക്റ്റേഴ്സ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ഡാറ്റ ഫ്രെയിംസ് ഉണ്ട്, മെട്രിക്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച അറേസ് അല്ലേ? ഇതൊക്കെ 6 ഒബ്ജക്ട്സിൽ വരുന്നതാണ്. അപ്പോൾ ഈ 6 ഒബ്ജക്ട്സിലുള്ള എലമെൻസിനെ ഐട്രേറ്റീവ് ആയിട്ട് കോൾ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫോർ ലൂപ്പ്. ആൻഡ് ഇറ്റ് മീൻസ് എ ഫോർ ലൂപ്പ് ക്യാൻ ബി യൂസ് ടു എക്സിക്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഒബ്ജക്റ്റ്. നമുക്കറിയാലോ അല്ലേ? ഒന്നിലധികം എലമെൻറ്റ്സ് നമുക്ക് കോൾ ചെയ്യുക എന്തെങ്കിലും എക്സിക്യൂട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ഓരോന്നായിട്ട് ഐട്രേറ്റീവ്ലി കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ എൻട്രി, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? എൻട്രി കൺട്രോൾ ലൂപ്പും ഉണ്ട്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പും ഉണ്ട്. ആൻഡ് ഹിയർ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ് അല്ലേ? ഇൻ ദിസ് ലൂപ്പ് ദ ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ടെസ്റ്റഡ് ഫസ്റ്റ്, ദെൻ ദ ബോഡി ഓഫ് ദ ലൂപ്പ് ഇസ് എക്സിക്യൂട്ടഡ് അല്ലേ? നമുക്കറിയാലോ എൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ദാറ്റ് ആൻഡ് ഓൺലി ഇഫ് വെറും ഇഫ് അല്ല, ആൻഡ് ഓൺലി ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ എക്സിക്യൂഷൻ കണ്ടിന്യൂസ് ടു ദി എവിടേക്കാണ്? അതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് അല്ലേ? എക്സിക്യൂഷൻ കണ്ടിന്യൂസ് ടു ദി ഇൻസൈഡ് ഓഫ് ദ ലൂപ്പ് അല്ലേ? അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് ഈ ഒരു ഫോമുല വരുന്നത് ഫോർ വാരൻ വെക്റ്റർ വെച്ചിട്ടാണ്. നമ്മളിവിടെ വെക്റ്റർ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞു 6 ഒബ്ജക്ട്സിന് വേണ്ടിയിട്ട് 6 ഒബ്ജക്ട്സിലെ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ഒബ്ജക്റ്റ് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ബേസിക് 6 ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് വെക്റ്റേഴ്സ് അല്ലേ? സോ അത് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോർ വാരൻ വെക്റ്റർ എന്താ ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് എസ്, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഹിയർ വാർ ടേക്സ് ഓൺ ഈച്ച് വാല്യൂ ഓഫ് വെക്റ്റർ ഡ്യൂറിങ് ദ ലൂപ്പ്. ഇൻ ഈച്ച് ഐട്രേഷൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇവാലുവേറ്റഡ്. ഇവിടെ വാർ എന്ന് പറയുന്നത് ആ ഒരു വെക്റ്ററിലുള്ള ഓരോ എലമെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഫ്ലോ ചാർട്ടും വേണേ. എവറി ഐറ്റം ആൻഡ് സീക്വൻസ് ലാസ്റ്റ് ഐറ്റം റീച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ? n greater than 10 അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷനൊക്കെ n greater than ലിമിറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടീഷനൊക്കെ നോർമലി കൊടുക്കുക. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നവരെ ഈ ഒരു സംഭവം ഐട്രേറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഇഫ് അത് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ, എക്സിറ്റ് ആവുള്ളൂ. അതുവരെ ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാ ജസ്റ്റ് നോക്കൂ. ഫോർ i in 1:4 1:4 എന്ന് നമുക്കറിയാലോ എന്താണ്? 1 2 3 4 ആണ് പ്രിന്റ് ചെയ്ത് വരിക അല്ലേ? ഫോർ i in 1 2 3 4. അപ്പോൾ 4 വരെ ഉള്ളതിൻ്റെ എന്താ കാണുന്നത്? സ്ക്വയർ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 ആൻഡ് 4 സ്ക്വയർ 16. അതായിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരിക. ക്ലിയർ? So in the above example we iterated over the range 1 to 4 which was a vector. Now there can be several variations of this general for loop. Instead of using a sequence of 1:5 we can use the concatenate function as well. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കോൺകാറ്റിനേറ്റ് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ സി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ലേ? വെക്ടർ കോൾ ചെയ്യുമ്പോൾ നമ്മൾ സി ഓഫ് എന്ന് പറഞ്ഞിട്ടല്ലേ കോൾ ചെയ്യാം. ദാ ഫോർ i in c ഓഫ് ദാ. അപ്പോൾ എന്താ ചെയ്യുക? പ്രിൻറ്റ് i. അപ്പം -8 ആദ്യം പ്രിൻറ്റ് ചെയ്യും, 9 പ്രിൻറ്റ് ചെയ്യും, 11 പ്രിൻറ്റ് ചെയ്യും, 45 പ്രിൻറ്റ് ചെയ്യും. രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഇതാ. സി ഫോഴ്സ് എക്സ് എന്താക്കി മാറ്റി? സെയിം സാധനം തന്നെയാണ് കേട്ടോ. അപ്പം ആ വെക്ടറിന് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? എക്സിൽ എന്താണ്? ഇറ്റ്സ് എ വെക്ടർ കൺസിസ്റ്റിംഗ് ഓഫ് 4 elements -8 9 11 and 45 അല്ലേ? സോ ഫോർ i in x പ്രിൻ്റ് ആയി. അപ്പം തന്നെ സെയിം പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ. നെക്സ്റ്റ് ഇസ് നെസ്റ്റഡ് ഫോർ ലൂപ്പ്. നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഫോർ ലൂപ്പ് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് നെസ്റ്റഡ് ഫോർ ലൂപ്പ് അല്ലേ? Our programming language allows using one loop inside another loop. In loop nesting we can put any type of loop inside of any other type of loop അല്ലേ? നമുക്കൊരു ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ടൈപ്പ് ഓഫ് ലൂപ്പ് വേണമെങ്കിലും ഇടാൻ പറ്റും. ഓക്കെ, ദെൻ ഓക്കെ. അപ്പോൾ നമുക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ വേറെ ലൂപ്പിന് ഇടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എ ഫോർ ലൂപ്പ് ക്യാൻ ബി ഇൻസൈഡ് എ വൈൽ ലൂപ്പ് ഓർ വൈസ് വേഴ്സ. നമുക്കിപ്പോൾ ഫോർ ലൂപ്പിനുള്ളിൽ വൈൽ ലൂപ്പ് ഇടാം, വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ ഫോർ ലൂപ്പ് ഇടാം, ഒരു ഫോറിൻ്റെ ഉള്ളിൽ വേറൊരു ഫോർ ഇടാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അതിനാണ് നെസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ ഒരു ഫോറിനുള്ളിൽ വേറൊരു ഫോർ ഇട്ടതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് ഇത് ക്ലിയർ അല്ലേ? ഒന്നുമില്ല, നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇതിൽ വരുന്നില്ല. ഓക്കെ,
ദെൻ നമ്മളതുപോലെ പഠിക്കുന്ന വേറെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു ലൂപ്പിനുള്ളത് ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വി യൂസ് എ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലൂപ്സ് ടു ടെർമിനേറ്റ് ദ ലൂപ്പ് അറ്റ് എ പെർട്ടിക്കുലർ ഐട്രേഷൻ ഓർ ടു സ്കിപ്പ് എ പെർട്ടിക്കുലർ ഐട്രേഷൻ ഇൻ ദ ലൂപ്പ്. നമ്മുടെ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട്, ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ടു മോസ്റ്റ് കോമൺലി യൂസ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ് ബ്രേക്കും അതുപോലെ തന്നെ നെക്സ്റ്റും. ആറാണെങ്കിൽ ലാംഗ്വേജിൽ നമ്മളിങ്ങനെ ജംപ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് കോമൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും. Okay, a break statement is a jump statement which is used to terminate the loop at a particular iteration. ഒരു പെർട്ടിക്കുലർ ഐട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ ആ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യണം, ബാക്കി എക്സിക്യൂട്ട് ചെയ്യണ്ട, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദ പ്രോഗ്രാം ദെൻ കണ്ടിന്യൂസ് വിത്ത് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ദ ലൂപ്പ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, പിന്നെ അത് ഔട്ട്സൈഡ് ദ ലൂപ്പ് നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സില്ലേ അവിടെ മുതൽക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാ, ഇഫ് ഐ ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. പിന്നെ എന്താ, പിന്നെ ആ ലൂപ്പ് കളിക്കുകയോ ഇല്ല, പിന്നെ നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി എന്താണ്, പ്രിന്റ് ഔട്ട്സൈഡ് ദ ലൂപ്പ് എന്ന് വരും. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ നോക്കൂ, ഫോർ ഐ ഇൻ C3 6 23 19 0 ആണെങ്കിൽ 0 2 ഇത്രയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഫസ്റ്റ് വൺ ഇഫ് ഐ ഈക്വൽ ടു 1 ആണോ നോക്കും, അല്ല, അപ്പോൾ എന്താ 3 ആണ് അല്ലേ. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യും. ദെൻ 6ൻ്റെ അടുത്തെത്തും, അത് പ്രിൻ്റ് ചെയ്യും. 23 എത്തും, അത് പ്രിൻ്റ് ചെയ്യും. 19 എത്തും, അതും പ്രിൻ്റ് ചെയ്യും. 0 എത്തും അല്ലേ. സോ ഇഫ് ഐ ഈക്വൽ ടു 0 ആണോ, ആണ്. സോ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. പിന്നെ അങ്ങോട്ട് 2 ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും, നോ അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, പിന്നെ പ്രിൻ്റ് ചെയ്ത് എന്താ ഔട്ട്സൈഡ് ലൂപ്പിൽ നിന്ന് പ്രിൻ്റ് ചെയ്യും, ലൂപ്പിനെ പുറത്തേക്ക് കിടക്കും. ഓക്കെ, ഹിയർ ദ ലൂപ്പ് എക്സിസ്റ്റ് ആസ് സൂൺ ആസ് 0 is encountered. ക്ലിയർ അല്ലേ അത്. പിന്നെ അതുപോലെ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഡിസ്കണ്ടിന്യൂസ് എ പെർട്ടിക്കുലർ ഐട്രേഷൻ ആൻഡ് ജംപ്സ് ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ. മറ്റേത് എന്താണ്, പിന്നെ ആ ലൂപ്പിനെ എക്സിറ്റ് ആവും അല്ലേ. ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ലൂപ്പിനെ എക്സിറ്റ് ആവും, പിന്നെ ലൂപ്പിലേക്ക് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഐട്രേഷൻ എക്സിറ്റ് ആയിട്ട് അടുത്ത ഐട്രേഷൻ, ഇപ്പോൾ നേരത്തെ കേസ് ആണെങ്കിൽ 0 ആണ്, അപ്പോൾ 0 എക്സിക്യൂട്ട് ചെയ്യില്ല, പകരം പിന്നെ എന്ത് ചെയ്യും, 2 വെച്ചിട്ട് തുടങ്ങും. അങ്ങനെ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ വെൻ നെക്സ്റ്റ് ഇസ് എൻകൗണ്ടർഡ് ദാറ്റ് ഐട്രേഷൻ ഇസ് ഡിസ്കാർഡഡ് ആൻഡ് കണ്ടീഷൻ ഇസ് ചെക്ക് അഗെയിൻ. ഇഫ് ട്രൂ ദ നെക്സ്റ്റ് ഐട്രേഷൻ ഇസ് എക്സിക്യൂട്ടഡ്. ആ കറണ്ട് ഐട്രേഷൻ ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ഹെൻസ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് യൂസ് ടു സ്കിപ്പ് എ പെർട്ടിക്കുലർ ഐട്രേഷൻ ഇൻ ദ ലൂപ്പ്. ഒരു ലൂപ്പിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐട്രേഷൻ മറ്റേ എന്താ പറയുക, ഐട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് നേരത്തെ സെയിം എക്സാമ്പിൾ നോക്കും, ഇത് 2 അല്ല 21 കേട്ടോ, സോറി. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്, 3 6 23 9 0 പ്രിൻ്റ് ചെയ്യില്ല, പകരം നെക്സ്റ്റ് ഐട്രേഷൻ എടുക്കുക, ഏതാ 21, അത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ. And here as soon as 0 is encountered, that iteration is discontinued and the condition is checked again. Since 21 is not equal to 0, it is printed. 0 മാത്രമേ പ്രിൻ്റ് ചെയ്യാണ്ട് വരുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അത് മാറിപ്പോവരുത്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ലൂപ്പിലൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, ഫുൾ അങ്ങ് എക്സിറ്റ് അടിച്ചിട്ട് ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും. ആൻഡ് ഇഫ് നെക്സ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വരുന്ന എലമെൻറ്റ് മാത്രം ഒഴിവാക്കിയിട്ട് ദ എക്സിക്യൂഷൻ കണ്ടിന്യൂസ് വിത്ത് ദ നെക്സ്റ്റ് ഐട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്.